ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യണത്. ബ്ലോക്ക് ഡയഗ്രാം സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ പിന്നെ സ്റ്റെബിലിറ്റി റൂത്ത് ഹർവിറ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. അപ്പോൾ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ തിയറി നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ജിബിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ സി എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്, സി ആണ് ആൻസർ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മേസൺസ് ഗെയിൻ ഫോർമുല വെച്ച് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് YFS ഡിവൈഡ് ബൈ UFS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് ഇവിടെ? ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പോകുന്ന ഒരു പാത്ത്. ഇവിടെ UFS എന്ന് തുടങ്ങി നമ്മൾ ഈ ഒരു പാത്ത് ട്രേസ് ചെയ്താൽ 1/s, വീണ്ടും ഒരു 1/s, 1.5 YFS. അപ്പോൾ ഇതൊരു ഈ സ്ട്രേറ്റ് ലൈൻ ഒരു ഫോർവേഡ് പാത്താണ്. ഒരു ഫോർവേഡ് പാത്ത് ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ ഒരെണ്ണം മാത്രമല്ല, ഈ ഒരു റൂട്ടിൽ പോയിട്ട് ഈ പോയിന്റിൽ നിന്ന് ബ്രാഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് വന്ന് ഇതും ഒരു ഫോർവേഡ് പാത്താണ്. അപ്പോൾ ഇവിടെ രണ്ട് ഫോർവേഡ് പാത്ത്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം UFS ഒരു പാത്ത് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ആണ്. പിന്നെ ഇതിലേ പോയിട്ട് ഈ ഇവിടെ ബൈപ്പാസ് ചെയ്ത് ഇങ്ങനെ ഒരു പാത്ത്. സോ ഇവിടെ രണ്ട് ഫോർവേഡ് പാത്ത് ഉണ്ട്. അതുപോലെ ഇവിടെ ലൂപ്പ് എത്ര ഉണ്ട്? ഈ ഒരു ഇന്നർ ലൂപ്പ് ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത്, ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എൻഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1/s - 1 ഒരു ലൂപ്പ്. പിന്നെ ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഇന്റഗ്രേറ്റർ പിന്നെ -1. ഇവിടെ രണ്ട് ലൂപ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഫോർമുല എഴുതാം. YFS ഡിവൈഡഡ് ബൈ UFS ഫോർവേഡ് പാത്ത് ആദ്യം എഴുതാം. ഫസ്റ്റ് ഫോർവേഡ് പാത്ത് സ്ട്രേറ്റ് ലൈൻ 2 into 1/s into 1/s into 0.5. അതായത് എല്ലാ ഗെയിൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, 2 1/s 1/s 1 and 0.5. പിന്നെ ഒരു ഫോർവേഡ് പാത്തും കൂടെ ഉണ്ട്. 2 into 1/s into 0.4 divided by 1 minus ലൂപ്പ് ഗെയിൻസ്. എന്തൊക്കെയാണ് ലൂപ്പ് ഗെയിൻസ്? ഇവിടെ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് 1/s - 1. ലൂപ്പ് ഗെയിൻസ് 1/s into -1, അത് -1/s. സെക്കൻഡ് ലൂപ്പ് ഏതാണ്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് 1/s പിന്നെ റിട്ടേൺ -1 കൂടെ -1/s². ഓക്കെ, ഇപ്പൊ ന്യൂമറേറ്ററിൽ 1/s² ഉണ്ട്, പിന്നെ 1/s 2 0.5 ക്യാൻസൽ ആവും. 1 + 1/s + 1/s² equal to s+1 divided by s² plus s+. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നമ്മൾ സിമ്പിൾ ആയിട്ട് ഫോർമുല മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ UFS സ്റ്റാർട്ട് ചെയ്ത് YFSലേക്ക് എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 1/s 1/s പിന്നെ 0.5 ഇതൊരു ഫോർവേഡ് പാത്ത് ആണ്. സെക്കൻഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഈ -1 കൂടെ വന്നിട്ട് ഇങ്ങനെ ഫോർവേഡ് പാത്ത്. രണ്ട് ലൂപ്പാണുള്ളത്. ഫസ്റ്റ് ലൂപ്പ് ഇത്, സെക്കൻഡ് ലൂപ്പ് ഈ ഔട്ടർ ലൂപ്പ്. വേറെ ലൂപ്സ് ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ഫോർമുല എഴുതാം. ഫോർവേഡ് പാത്തിന്റെ ഗെയിൻസ് രണ്ടെണ്ണം ആഡ് ചെയ്യാം. ഫസ്റ്റ് ഫോർവേഡ് പാത്തിന്റെ ഗെയിൻ, സെക്കൻഡ് ഫോർവേഡ് പാത്തിന്റെ ഗെയിൻ, പിന്നെ 1 minus സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്. ലൂപ്പ് ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ 1/s into -1, സെക്കൻഡ് ലൂപ്പ് ഗെയിൻ 1/s into 1/s into -1.
ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ആൻസർ ബി ആണ്. വെരി ഗുഡ്. ഇത് നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പൊ നമ്മൾ ഇവിടെ ലൂപ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റ് സ്റ്റാർട്ട് ഫോർവേഡ് പാത്ത് നോക്കുകയാണെങ്കിൽ ഇൻപുട്ടിൽ നിന്ന് തുടങ്ങി 1/s+1 ഇങ്ങനെ ഒരു ഫോർവേഡ് പാത്ത് ഉണ്ട്. ഒറ്റ ഫോർവേഡ് പാത്ത് ഉള്ളൂ. സോ ന്യൂമറേറ്ററിൽ 1/s+1. ലൂപ്പ് ഗെയിൻസ് എന്തൊക്കെയാണ്? ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് തിരിച്ച് ഈ പോയിന്റിൽ എത്തും. സോ 1/s+1 കൂടെ വന്ന് ഈ സമ്മറിലൂടെ പാസ് ചെയ്ത് ഇവിടെ എത്തും. 1 മൈനസ് ഓഫ് 1/s+1. സെക്കൻഡ് ലൂപ്പ് ഗെയിൻ എന്താണ്? ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് 1/s+1 ഇൻറ്റു -1 വീണ്ടും ഒരു -1 പ്ലസ് 1/s+1. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി 1/s+1. ഇവിടെ നമുക്ക് ഇത് അപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷെ സപ്പോസ് നമ്മൾ ഈ ഒരു ജംഗ്ഷനിലെ സിഗ്നൽ നമ്മൾ ഇ ആണെന്ന് വിചാരിക്കാം, EFS. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് എന്താണ്? EFS ഇൻറ്റു 1/s+1 ആണ്. y എന്ന് പറയുന്ന സിഗ്നൽ ഈക്വൽ ടു 1/s+1 EFS. ഈ പോയിന്റിൽ വരുന്ന സിഗ്നൽ, അതായത് ഈ പോയിന്റിൽ ഇവിടെ വരുന്ന സിഗ്നലും എക്സാക്ട്ലി സെയിം ആണ്. 1/s+1 ഇൻറ്റു EFS അല്ലേ? അപ്പൊ ഈ സിഗ്നൽ EFS ആണെങ്കിൽ സപ്പോസ് ഇവിടെ കാസ്കേഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/s+1 ഇൻറ്റു EFS കിട്ടും. ഇവിടുത്തെ സിഗ്നൽ ഈ EFS ഇങ്ങനെ വന്ന് ഇവിടെ മൾട്ടിപ്ലൈ ആയി വീണ്ടും ഔട്ട്പുട്ട് 1/s+1 ഇൻറ്റു EFS. അപ്പൊ ഇവിടെ എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള രണ്ട് ഇൻപുട്സ് സബ്ട്രാക്റ്റഡ് ആവുകയാണ് ഈ ഒരു പോയിന്റിൽ. ആക്ച്വലി ഇവിടേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ഫീഡ്ബാക്ക് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ ഉള്ളതും കണക്ട് ചെയ്യുന്നതും ഇല്ലാത്തതും സെയിം തന്നെയാണ്. അപ്പൊ ആകെ ഒരു ഫോർവേഡ് പാത്ത് മാത്രമേ ഉള്ളൂ, 1/s+1. നമുക്ക് ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് സിഗ്നൽ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബ്ലോക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല. 1/s+1 മാത്രമേ ഉള്ളൂ. ഓക്കെ, വിസിബിൾ അല്ലെങ്കിൽ ഒന്ന് പറയണം, ഞാൻ എക്സ്പാൻഡ് ചെയ്യാം. ഇത് ഗേറ്റ് 2007 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് അവർ എക്സ്പ്ലിസിറ്റ്ലി മാർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരാം, ഈ പോയിന്റിൽ ഇൻപുട്ട്. അപ്പൊ ഇവിടെ എത്ര ഫോർവേഡ് പാത്ത് എന്ന് പറയാൻ പറ്റും? ഇൻപുട്ട് നിന്ന് ഔട്ട്പുട്ടിലേക്ക് പോകുന്ന ഫോർവേഡ് പാത്ത് എത്ര ഉണ്ട്? ഓക്കെ, സഞ്ജയ് കറക്റ്റ് ആണ്. 2 ഫോർവേഡ് പാത്ത് ആണുള്ളത്. എത്ര ലൂപ്പ് ഉണ്ട്? 4 ലൂപ്സ്. കറക്റ്റ്. നമുക്ക് ഫോർവേഡ് പാത്ത് ഒന്ന് ട്രേസ് ചെയ്യാം, ഏതൊക്കെയാണ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗെയിൻ ഫോർമുല തന്നെ ഉപയോഗിച്ചാൽ മതി, ആർക്കുമില്ല. അപ്പൊ ഇൻപുട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയി C1 വഴി സമ്മർ വഴി ഈ സമ്മർ പിന്നെ 1/s P അങ്ങനെ പോകും. ട്രേസ് ചെയ്യാം. ഇൻപുട്ടിൽ നിന്ന് വന്ന് C1 സമ്മർ, ഈ ഒരു സമ്മർ, ഇന്റഗ്രേറ്റർ ഗേറ്റ് P ഔട്ട്പുട്ട്. ഇതാണ് ഒരു ഫോർവേഡ് പാത്ത്. സെക്കൻഡ് ഫോർവേഡ് പാത്ത് ഇൻപുട്ട് പിന്നെ C0 C0 again സമ്മർ ഇന്റഗ്രേറ്റർ P.
രണ്ട് പാത്ത് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരച്ചുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത്. പക്ഷെ സിമ്പിൾ ആണ്. ഫസ്റ്റ് പാത്ത് ഞാൻ ട്രേസ് ചെയ്യാണ്. സെക്കൻഡ് പാത്ത് C0 സമ്മർ 1/s സമ്മർ 1/s. ഓക്കെ, രണ്ട് ഫോർവേഡ് പാത്താണ് ഉള്ളത്. നമ്മള് ന്യൂമറേറ്റർ അത് നമുക്ക് എഴുതാം. ഫസ്റ്റ് ഫോർവേഡ് പാത്തിൽ C1 പിന്നെ 1/s P into C1/s. സെക്കൻഡ് ഫോർവേഡ് പാത്തിൽ C0 1/s 1/s and P. C0 divided by S square into. ഇതാണ് രണ്ട് ഫോർവേഡ് പാത്ത് ഗേറ്റ്സ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ലൂപ്പ് നോക്കാം. ഇവിടെ 4 ലൂപ്പാണ് നമുക്കുള്ളത്. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് 1/s റിട്ടേൺ ടു A1. ഓക്കെ, ഈ ഒരു സമ്മറിൽ സ്റ്റാർട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റർ A1 റിട്ടേൺ ടു A1. ഇതാണ് ഒരു ലൂപ്പ്. സെക്കൻഡ് ലൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ടാണ്. തേർഡ് ലൂപ്പ് എങ്ങനെയാണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെ വരാം, B0 വഴി വരാം. ഫോർത്ത് ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് B1 വഴി ഞാൻ ലൂപ്പ് ഗെയിൻസ് എഴുതാൻ പറ്റും എന്നോട് പറയാം. 1 മൈനസ് ഓഫ് A1/s. ഏതാണ് ആ ലൂപ്പ്? A1/s എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് 1/s A1 പിന്നെ മൈനസ് ഓഫ് A0/s square. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക 1/s അങ്ങനെ വരിക A0/s square. ഓക്കെ, തേർഡ് ലൂപ്പ് പ്ലസ് P into B0/square. P into B0/square. അതേതാണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം 1/s P B0 വഴി വീണ്ടും സെയിം സംഭവിലേക്ക് വരാം. ലൂപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ച് നമ്മൾ എത്തണം. ഒരു കംപ്ലീറ്റ് സർക്യൂട്ടോടെ P into B0/square. Again, one more loop is there. P into B1/s. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക 1/s P B1. ഇവിടുത്തെ സൈന് രണ്ടും പ്ലസ് ആണ്, കാരണം നമ്മൾ എൻഡ് ചെയ്യണത് പ്ലസ്സിലാണ്. ഫസ്റ്റ് ലൂപ്പിൽ നമ്മൾ എങ്ങനെ എൻഡ് ചെയ്തത്? ഫസ്റ്റ് ലൂപ്പിൽ നമ്മൾ എൻഡ് ചെയ്തത് 1/s A1 and -1. ഇവിടെ മൈനസ് ഉണ്ട്. സെക്കൻഡ് ലൂപ്പിലും മൈനസ് ഉണ്ട്. ഇവിടെ വന്ന് എൻഡ് ചെയ്യുമ്പോൾ മൈനസ് ഉണ്ട്. പക്ഷെ തേർഡ് ലൂപ്പിൽ മൈനസ് ഇല്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ വന്ന് എൻഡ് ചെയ്യുമ്പോൾ സൈൻ മാറുന്നില്ല, നെഗറ്റീവ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ആക്കിയത്. ഓക്കെ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. P into C1s plus C0 square divided by square plus A1s plus A0 minus P into 1s plus. ഓക്കെ, സഞ്ജയ് ആൻസർ പറഞ്ഞത് D. കറക്റ്റ്. ഇനി അവിടെ തന്നിരിക്കുന്ന ഒരു റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്.
സെക്കൻഡ് ബ്ലോക്ക് ആയിരിക്കും. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്റേണൽ ബ്ലോക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ടൈംസ് സോറി ഈ ഒരു ബ്ലോക്ക് നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? ഇന്റേണൽ ബ്ലോക്ക് വൈ പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ പി ഇൻറ്റു സെഡ് ജി ബൈ 1 പ്ലസ് ജി എച്ച് നമ്മുടെ ഫോർമുല വൈ പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ പി സെഡ് പിന്നെ പുറത്തൊരു എക്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് അത് തന്നിരിക്കുന്ന ഫോം. ഇതിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. നമ്മൾ ഈ ഒരു നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷനെ റെഡ്യൂസ് ചെയ്ത് എഴുതുമ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ 1 പ്ലസ് വൈ പി സെഡ് നമുക്ക് പി എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ ഉണ്ട്, പക്ഷെ 1 പ്ലസ് ഇല്ല. അപ്പൊ നമ്മൾ ഈ എൻറ്റയർ ടേം പുറത്തേക്ക് എടുക്കുന്നു. ന്യൂമറേറ്ററിൽ നമുക്ക് പി ഇൻറ്റു ഇവിടെ എസ് സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ പി ഇൻറ്റു സി വൺ എസ് പ്ലസ് സി നോട്ട് ഡിവൈഡഡ് ബൈ എ വൺ എസ് പ്ലസ് എ നോട്ട് ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ഇൻറ്റു സോറി ഇവിടെ പ്ലസ് അല്ല, ഇവിടെ 1 മൈനസ് ആണ്. One minus p into b1s plus b0 divided by s square plus a1s plus a0. ഇപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് y ഉണ്ട്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 1 by s square plus a1s plus a0. Okay, y equal to 1 by s square plus a1s plus a0. x equal to c1s plus c0. And z equal to b1s plus b. 1 minus y correct ആണ്. ഡിനോമിനേറ്റർ 1 മൈനസ് ആണ് നമുക്ക് ഇവിടെ പ്ലസ് ആണ് എഴുതിയത്, കാരണം ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ല പോസിറ്റീവ്. ഓക്കെ, ഇതിൽ നമ്മൾ ലൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഫോർമുല തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. ഇവിടെ 2 ഫോർവേഡ് പാത്ത് ആണ്. ജിബിൻ പറഞ്ഞ 2 ഫോർവേഡ് പാത്ത്, ഒരു ലൂപ്പ്. ഓക്കെ, അപ്പൊ എന്താണ് ഏതൊക്കെയാണ് ഫോർവേഡ് പാത്ത് നോക്കാം. അപ്പൊ എക്സ് എഫ് സ്റ്റാർട്ട് ചെയ്ത് വൈ എഫ് എസ് എൻഡ് ചെയ്യണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഈ പോയിന്റ് വഴി -1 by s 1 by s. സോ ഒരു ഫോർവേഡ് പാത്ത് നമുക്ക് കിട്ടി. That is x start ചെയ്ത് 1 again 1 minus 1 by s 1 1. So ഒരു ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് -1 by s. സെക്കൻഡ് ഫോർവേഡ് പാത്ത് എന്താണ്? -1 1. ഈ നോഡിൽ നിന്ന് -k 1 അല്ലേ, മൈനസ് ഓഫ് k. ഓക്കെ, ഇനി ലൂപ്പ് എന്ന് പറയുന്നത് ഈ നോഡിന് സ്റ്റാർട്ട് ചെയ്ത് 1 -1 by s again k. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 1 -1 by s k റിട്ടേൺ ചെയ്യണം. അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ലൂപ്പ് വരും. 1 minus of k by s. അല്ലേ, ന്യൂമറേറ്റർ -1 minus of ks divided by s. ഡിനോമിനേറ്ററിൽ s plus k by s. ന്യൂമറേറ്റർ s ക്യാൻസൽ ആയി പോകും. മൈനസ് ഓഫ് 1 plus ks divided by s plus k. ആൻസർ എ. ആരുടെ ആൻസർ എ പറഞ്ഞ അമ്മക്ക് ആര്യ 2 പേര്. അവിടെ ഒരു സൈൻ എടുത്തത് മാറിപ്പോയതായിരിക്കും.
സഞ്ജയ് ജിബിൻ. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് മാറ്റർ. ഓക്കെ, അപ്പൊ സർക്യൂട്ട് ഒന്ന് നോക്കൂ. സർക്യൂട്ട് നോക്കുമ്പോൾ എന്താണ് വി നോട്ട്? വി നോട്ട് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ലൂപ്പ് നോക്കിയിട്ട് വി നോട്ട് എത്രയാണെന്ന് പറയാൻ പറ്റും? വി നോട്ട് എന്താണ് എക്സ്പ്രഷൻ വരിക? I2 ഇൻറ്റു പിന്നെ നമ്മളിവിടെ ഇക്വേഷൻസ് എഴുതുക, ഔട്ട്പുട്ട് എന്താ വരിക? I2 ഇൻറ്റു Z4. കറക്റ്റ്. അപ്പൊ എന്നിട്ട് നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നോക്കുക. സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ വി നോട്ട് ഈക്വൽ ടു G3 ഇൻറ്റു I2. നമുക്ക് കമ്പയർ ചെയ്താൽ G3 ഈക്വൽ ടു Z4 എന്ന് കിട്ടും. ഓക്കെ, G3 എല്ലാവരും ചോദിച്ചിട്ടില്ല, അവർ ചോദിച്ചിട്ടുള്ളത് G2 ഉം H ആണ്. അപ്പൊ നമുക്ക് രണ്ട് KVL എഴുതാം ഇവിടെ. അപ്പൊ മെഷ് നമ്പർ 1, മെഷ് നമ്പർ 2, ഇവിടെ രണ്ടിലും KVL എഴുതിയിട്ട് കമ്പയർ ചെയ്താൽ ആൻസർ വരും. മെഷ് 1 KVL എഴുതുമ്പോൾ KVL 1 V1 of S ഡയറക്ട് സർക്യൂട്ട് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്കി കൂടെ. എങ്ങനെ ചെയ്യാം? സർക്യൂട്ട് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. സർക്യൂട്ടിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻസ് ആണല്ലോ. ആ ഇക്വേഷൻസ് ആണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്കിയിട്ട് അവർ തന്നിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി സർക്യൂട്ടിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്കിയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി അത് ഒരു റെപ്രസെന്റേഷൻ തന്നെയാണ് സർക്യൂട്ടിന്റെ. നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നമുക്ക് കുറെ സമ്മും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സർക്യൂട്ടിലും KVL എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. ക്ലിയർ ആണോ? നമ്മൾ സർക്യൂട്ട് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ ഓക്കെ, ബേസിക്കലി ആ ഇൻഫർമേഷൻ തന്നെയാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നമുക്ക് ഉള്ളത്. ശരി, അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്ന രീതിയിൽ തന്നെ ഇവിടെ എഴുതിയിട്ട് കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊക്കെ ഗെയിംസ് ആണ് മാച്ച് ചെയ്യാൻ പറ്റാന്ന് അറിയാൻ പറ്റില്ല. ഇതിൽ രണ്ടും സെയിം തന്നെയാണ്. V1 ഈക്വൽ ടു Z1 of S into I1. ഞാനിവിടെ എസ് എഴുതുന്നില്ല. എസ് അവിടെ നമുക്കറിയാം, അത് ലാപ്ലാസ് വേരിയബിൾ ആണ്. V1 is equal to Z1 into I1 plus Z3 into എന്താ വരിക? I1 minus I2 ആണോ I2 minus I1 ആണോ? ഫസ്റ്റ് ലൂപ്പിന് നമ്മൾ KVL എഴുതുമ്പോൾ Z1 into I1 plus Z3 into I1 minus I2. Correct. I1 minus I2. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം നമുക്ക്. V1 equal to Z1 plus Z3 into I1 minus of Z3 into I2. KVL 1. ഈ KVL 2 എഴുതാൻ ഞാൻ സെക്കൻഡ് ലൂപ്പിലെ KVL. സെക്കൻഡ് ലൂപ്പിൽ എഴുതുമ്പോൾ Z3 into I2 minus I1 plus Z2 plus Z4 into equal to 0. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ Z2 plus Z3 plus Z4 to I2 equal to Z3 to I1. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? രണ്ട് മെഷിൽ നമ്മൾ KVL എഴുതിയിട്ട് റീഅറേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്ന് എക്സ്പ്രഷൻസ് അവിടെ നമുക്ക് ഇതുപോലെ സമ്മും പ്രോഡക്ട്സും ഉണ്ട്. അപ്പൊ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ എങ്ങനെ എഴുതാം? ഒരു നോഡ്, ഈ നോഡിലെ സിഗ്നൽ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് I1 ആണ്. അപ്പൊ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന
നോഡില് സിഗ്നൽ എന്ന് പറയുന്നത് I1 ആണ്. I1 equal to V1 into G1 plus I2 into H. So from signal flow graph, I1 is equal to V1 into G1 plus I2 into H. ഓക്കെ അല്ലേ? അതുപോലെ I2 എന്താണ്? I2 is equal to ഈ നോഡ് I2 equal to G2 into I1. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഡയറക്ട്ലി നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. ഈ ഇക്വേഷനും ഈ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് G2 ഡയറക്ട്ലി കിട്ടും. Z3 divided by Z2 plus Z3 plus Z4. നമ്മൾ എഴുതിയ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H equal to Z3 by Z1 plus Z3. സിമ്പിൾ കമ്പാരിസൺ ആൻഡ് റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് പഠിക്കണം. ആദ്യം നമ്മൾ KVL എഴുതി, പിന്നെ സിമ്പിൾ ആയിട്ട് നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലെ ഈ സമ്മിങ് പോയിന്റിൽ നമ്മൾ ആ നോഡിൽ ഇക്വേഷൻ എഴുതി. അത്ര അപ്പൊ ഫസ്റ്റ് നോഡിൽ എന്താണ് ഇക്വേഷൻ വരിക എന്നോട് പറയാം. I1 equal to V1 into G1 പിന്നെ H into I2. ഇത് രണ്ടിനെ സമ്മാണ്. V1 into G1 plus I2 into H. അതുപോലെ I2 സെക്കൻഡ് നോഡ് എടുക്കുക. I2 equal to G2 into I1. ഇത് രണ്ടും എഴുതിയിട്ട് KVL എഴുതിയ രണ്ട് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഗെയിൻസിന്റെ എക്സ്പ്രഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇത് പെട്ടെന്ന് പറയാൻ പറ്റുമോ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്, എത്ര ലൂപ്പ് ഉണ്ട്? എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് ഇവിടെ? ഒരു ഫോർവേഡ് പാത്ത്. എത്ര ലൂപ്പ് ഉണ്ട്? കറക്റ്റ്. സംശയം. ലൂപ്പ് എത്ര ഉണ്ട്? 3 ലൂപ്സ്. കറക്റ്റ്. സംഗീത, അമൽ, സഞ്ജയ്, കറക്റ്റ്. 3 ലൂപ്സ്. സ്പീഡിൽ എഴുതി കൂടെ ഇക്വേഷൻ? വീണ്ടും ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് പാത്ത് U(t) സ്റ്റാർട്ട് ചെയ്ത് ഇന്റഗ്രേറ്റർ, ഗെയിൻ ബ്ലോക്ക്, ഇന്റഗ്രേറ്റർ, ഔട്ട്പുട്ട്. വേറെ ഫോർവേഡ് പാത്ത് ഇല്ല. അപ്പൊ ഇന്റഗ്രേറ്ററിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്താണ് ഇന്റഗ്രേറ്റർ ലാപ്ലാസ് ട്രാൻസ്ഫോം ആക്കുമ്പോൾ കിട്ടാൻ 1/s. ഇതെന്ന് പറയുന്നത് 1/s ആണ്. രണ്ട് ഇന്റഗ്രേറ്റേഴ്സും 1/s. ആൻസർ കിട്ടി എല്ലാവർക്കും? നമ്മള് ലാപ്ലാസ് ഡൊമൈനിൽ എഴുതുമ്പോൾ y(s)
equal to numerator forward path. Two into 1 by s into 1 by s. 2 by s square numerator. ഇനി എത്ര ലൂപ്പ് ഉണ്ട്? ഇന്റഗ്രേറ്റർ, ഗെയിൻ ബ്ലോക്ക്, ഒരു ലൂപ്പ്. ഇവിടെ വീണ്ടും ഇന്റഗ്രേറ്റർ 12 ഗെയിൻ ബ്ലോക്ക്. പിന്നെ അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് ഔട്ട്പുട്ടിൽ നിന്ന് ഡയറക്ട് ഫീഡ്ബാക്ക് ഇൻപുട്ട്. 3 ലൂപ്പാണുള്ളത്. 1 minus of 3 by s minus of 12 by s പിന്നെ 18 by s square minus of 18 by s square. കഴിഞ്ഞോ എക്സ്പ്രഷൻ? ഇത്രയുള്ളൂ. ഇനി ബാക്കിയുണ്ടോ? കഴിഞ്ഞതാണോ ബാക്കിയുണ്ടെന്നാണോ? ആ കറക്റ്റ്. നോൺ ടച്ചിങ് ലൂസും കൂടെ ഉണ്ട്. ഇത്രയും നേരം നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞില്ല, കാരണം ആ പ്രോബ്ലംസിൽ നമ്മൾ അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്, 2 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്. അപ്പോൾ 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്. ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. 2 നോൺ ടച്ചിങ് ലൂപ്സിന്റെ പ്രോഡക്റ്റ്, അത് അങ്ങനത്തെ എത്ര ലൂപ്പ് ഉണ്ടോ അതിന്റെയൊക്കെ സം എടുക്കണം. പക്ഷെ ഇവിടെ 2 നോൺ ടച്ചിങ് ലൂപ്സ് ആയിട്ട് ഒരു എക്സ്പ്രഷനെ വരുള്ളൂ. അപ്പോ -3 by s into minus of 12 by s. ഇത് ഡിനോമിനേറ്ററിലുള്ള എക്സ്പ്രഷൻ ആട്ടോ. ന്യൂമറേറ്ററിൽ എന്താ വരാ? 2 by s square. ഡിനോമിനേറ്ററിൽ 1 plus 3 by s. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 3 by s plus 12 by s plus 18 by s square. ഇവിടെ s square ആണ്. Plus 36 by s square. ഇത് വീണ്ടും നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 2 divided by square plus 15s plus 36 plus 18 54. അല്ലേ? ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റുക. 2 divided by s square plus 9s plus 6s plus 54. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് 2 divided by s plus 9 into s plus 6. ഓപ്ഷൻ ബി. കറക്റ്റ്. ഇതിൽ നമ്മൾ 9ഉം 6ഉം പുറത്തേക്ക് എടുത്താൽ അവർ പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. 1 plus s by 6 1 plus s by 9. പക്ഷെ ഇവിടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ 9ഉം 6ഉം ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ 6 ഇത് ക്യാൻസൽ ആയിട്ട് 1 by 27 into 1 plus s by 6 1 plus s by. ഓക്കെ, ഇവിടെ നോൺ ടച്ചിങ് ലൂപ്സ് നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Visibility
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പഴയ ഗേറ്റ് ക്വസ്റ്റ്യൻ ഇതിൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? ഇൻപുട്ടിന് ഔട്ട്പുട്ടിലേക്ക് 2 ഫോർവേഡ് പാത്സ്. യുവർ ലൂപ്പ് ഇൻപുട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് റീച്ച് ചെയ്യുന്ന എല്ലാ പാത്തും സംഖ്യ 4 കറക്റ്റ്. ലൂപ്പോ എത്ര ലൂപ്പ് ഉണ്ട്? 2 ലൂപ്സ്. ഏതാ 2 ലൂപ്സ്? സബ്ജയ്ക്ക് 2 ലൂപ്സ് അല്ലേ? ഒന്നോടൊന്ന് ചെക്ക് ചെയ്തോളൂ. കറക്റ്റ് 1 ലൂപ്പ്. ഈ ഡാറ്റ എഴുതിയാണ്. അപ്പോ ഇൻപുട്ടിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോർവേഡ് പാത്ത് നമ്മൾ ട്രേസ് ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമ്മർ 1 ജി ഔട്ട്പുട്ട്. പക്ഷെ അതുപോലെ തന്നെ താഴെ ഒരു പാത്ത് ഉണ്ട്, സെക്കൻഡ് പാത്ത്. പിന്നെ ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ജി എത്തി ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് ഈ പോയിന്റിലേക്ക് വന്ന് ഇങ്ങനെ ഔട്ട്പുട്ടിലേക്ക് എത്താം. അപ്പൊ ഔട്ട്പുട്ടിലേക്ക് എത്താനുള്ള പാത്താണ് ബേസിക് ഇൻപുട്ടുകൾ. അതുപോലെ ഈ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് സിമിലർ ആയിട്ട് ഇത് രണ്ടും സെയിം തന്നെയാണ്. ഒരു എറർ ഇമേജ് പോലെയാണ് അബൌട്ട് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പൊ നമുക്ക് 4 ഫോർവേഡ് പാത്ത് ഉണ്ട്. ന്യൂമറേറ്ററിൽ ജി ആൻസർ എ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ബി എ ബി ഈ വല്ല ആൻസർ ഉണ്ടോ? നമ്മളൊന്നും ചെക്ക് ചെയ്തത് ജി പ്ലസ് ജി പ്ലസ് ജി സ്ക്വയർ എച്ച് പ്ലസ് അഗൈൻ ജി സ്ക്വയർ എച്ച്. ഈ ലൂപ്പ് ഗെയിൻസ് എഴുതാം. 1 മൈനസ് ആൻസർ ബി. കറക്റ്റ് ആൻസർ ബി. हमारे साथ गीता करेक्ट है. 1 minus of g square equal to 2g plus 2g square h divided by 1 minus g square h. G square h square. 2g प्रत्येक जगह 1 plus gh डिनोमिनेटर 1 minus gh into 1 plus gh നേടാം. a square minus b square, a plus b into a minus b. ഇവിടെ ക്യാൻസൽ. 2g divided by 1 minus g. ഓക്കെ, ക്ലിയർ അല്ല? ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ബേസിക്കലി അവർ ചെയ്യുന്നത് ഈ ഒരു പോയിന്റില് സിഗ്നലാണ് അവർ ടാപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. ഇവിടെ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? വളരെ സിമ്പിൾ ആണ്. അതെ, ഒരു ഫോർവേഡ് പാത്ത്. എന്റെ ഗെയിൻ എന്താ? ഫോർവേഡ് പാത്തിന്റെ ഗെയിൻ എന്താ?
ഓക്കെ, ഇവിടെ എത്ര ലൂപ്പ് ഉണ്ട്? ഇൻഡിവിജ്വൽ ലൂപ്സ് എത്ര ഉണ്ട്? അതില് നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഫോർവേഡ് പാത്തിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഈ ഒരു RFS നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഒരു ഫോർവേഡ് പാത്ത് ഗെയിൻ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. ഇപ്പൊ ന്യൂമറേറ്ററിൽ CFS divided by RFS. ന്യൂമറേറ്ററിൽ ഗെയിൻ 1 ആണ്. പക്ഷെ ഇവിടെ നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സ് ഉണ്ട്. ആദ്യം ഡിനോമിനേറ്റർ കൂടെ ഒന്ന് എഴുതാം. 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്. ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് എന്താ? മൈനസ് ഓഫ് 2/s. ഏതൊക്കെയാണ് ഇൻഡിവിജ്വൽ ലൂപ്സ്? ഞാൻ ട്രേസ് ചെയ്യുന്ന ലൂപ്പ്, ഫസ്റ്റ് ലൂപ്പ്, പിന്നെ സെക്കൻഡ് ലൂപ്പ്, തേർഡ് ആയിട്ടുള്ള ഇന്നർ ലൂപ്പ്. മൈനസ് ഓഫ് 3/s ഇന്നർ ലൂപ്പ്, മൈനസ് ഓഫ് 24/s. നോൺ ടച്ചിങ് ലൂപ്സ്. നോൺ ടച്ചിങ് ലൂപ്സ് ഏതൊക്കെയാണ്? ഈ ഒരു ലൂപ്പ് ഈ ഇന്നർ ലൂപ്പ് ടച്ച് ചെയ്തില്ല. അവിടെ 6/s². ഇനി നമ്മള് ന്യൂമറേറ്ററിൽ ഈ ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ഡിനോമിനേറ്ററിലെ ടേംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണത്? ഫോർവേഡ് പാത്ത് ഈ 1 ആണ്. ഇതാണ് ഫോർവേഡ് പാത്ത്. ടച്ച് ചെയ്യാത്ത ടേംസ് എന്ന് പറയുന്നത് ഈ ഒരു ലൂപ്പിന്റെ ഗെയിനും ഈ ലൂപ്പിന്റെ ഗെയിനിന്റെ സമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ആഡ് ചെയ്യുന്നത് 3/s പ്ലസ് 24/s. ലൂപ്പ് ഗെയിന്റെ സം മാത്രമല്ല, ആ ഡിനോമിനേറ്ററിൽ വരുന്ന ആ ടേം മൊത്തത്തിലാണ്. അപ്പൊ ഈ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പ്ലസ് ആവും. ഇനി ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ നമുക്ക് s into s plus 27 divided by square plus 29s plus 24 by square ആണോ? ഡിനോമിനേറ്റർ അല്ലേ? അത് ന്യൂമറേറ്ററോ? ഏതാണ് ജിബിൻ? ഡിനോമിനേറ്ററിൽ 24/s² എന്നാണോ പോലെ? ഓക്കെ, 24/s അല്ലേ കിട്ടൂല്ലേ? അവിടെ ഒരു ഇന്റഗ്രേറ്ററും പിന്നെ 6 into 4. ഓക്കെ, ക്ലിയർ അല്ലേ? നോൺ ടച്ചിങ് ലൂപ്സും പിന്നെ ആ ടേംസ് നമ്മൾ എഴുതാൻ മറക്കരുത്. ബേസിക്കലി ആ ഫോർമുല നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കും. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ട്രൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടില്ല? ഇമ്പൾസ് റെസ്പോൺസ് ആണ് പറഞ്ഞിട്ടില്ല. ഇമ്പൾസ് റെസ്പോൺസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെ? e⁻−2t of t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s+2. s+2 ആണ് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പൊ ഔട്ട്പുട്ട് എന്താ വേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. t e⁻²t to u of t. t e⁻²t u of t ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1/s+2 2. ഇങ്ങനെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം? ഇൻപുട്ട് 1/s+2 ആയിരിക്കണം. 1/s+2ന്റെ ഇൻവേഴ്സ് ആണ് e⁻−2t. ഇൻപുട്ട്
ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം പറയുന്നത് 1/s+2. ഇൻപുട്ടിന്റെ ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻²t. നമ്മളിങ്ങനെ ലാപ്ലാസിൽ ആവുമ്പോൾ ബ്ലോക്സ് കാസ്റ്റ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ആവും. ടൈം ഡൊമൈനിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ഇമ്പൾസ് റെസ്പോൺസ് ആയിട്ട് നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ട ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്? ടൈം ഡൊമൈനിൽ ഞാനിപ്പോ ഇൻപുട്ട് e⁻²t ഓഫ് ടി തന്നിട്ട് ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ട് ഞാൻ എന്താണ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ടൈം ഡൊമൈനിൽ? ആൻസർ സി കറക്റ്റ്. ശരിക്കും എന്താണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത്? കൺവല്യൂഷൻ ആണ് അല്ലെ? ടൈം ഡൊമൈനിൽ നമ്മൾ കൺവല്യൂഷൻ ആണ്. അതാണ് ലാപ്ലാസ് ഡൊമൈനിൽ മൾട്ടിപ്ലിക്കേഷൻ ആയി മാറിയത്. y of t is equal to actually x of t convolution. ലാപ്ലാസ് ഡൊമൈനിൽ ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? കറക്റ്റ്, ഇത് സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ ഇമ്പൾസ് റെസ്പോൺസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോം ഫംഗ്ഷൻ -1/s+1² plus 2 divided by s+1 is equal to 2s+1/s+1². ഇതായിരിക്കും നമ്മുടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫോർമേഷൻ. സോറി, ഇതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോ ഇത് എന്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണെന്നാണ് തന്നിരിക്കുന്നത്? ഒരു യൂണിറ്റി ഗെയിൻ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തരുന്നത്. സപ്പോസ് ഇത് g(s) ആണെങ്കിൽ y(s) നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, g(s) ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലോസ് ലൂപ്പ് കിട്ടി. g(s/1+g(s) നമുക്ക് കിട്ടി. g(s/1+g(s) ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള c(s). 2s+1 divided by s+1 is equal to 2s+1 divided by s² plus 2s+1. നമ്മൾ ക്ലോസ് ലൂപ്പ് കിട്ടിയാൽ ഓപ്പൺ ലൂപ്പ് എന്താ ചെയ്യാം? ന്യൂമറേറ്റർ എടുത്തിട്ട് മൈനസ് ന്യൂമറേറ്റർ ചെയ്യാം. ഓക്കെ, ഡിനോമിനേറ്റർ പോളിനോമിയലിൽ നിന്ന് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യാം. g(s) എന്താ വരാം? 2s+1/2. യൂണിറ്റി ഫീഡ്ബാക്ക് ആണെങ്കിൽ ഓപ്പൺ ലൂപ്പ് നിന്ന് ക്ലോസ് ലൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ദ ന്യൂമറേറ്റർ ടു ഡിനോമിനേറ്റർ. അതുപോലെ ഓപ്പൺ ലൂപ്പ് കിട്ടാൻ വേണ്ടി ക്ലോസ് ലൂപ്പ് ന്യൂമറേറ്റർ പോളിനോമിയൽ സബ്ട്രാക്ട് ചെയ്യാം ഫ്രം ഡിനോമിനേറ്റർ. ഈസിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം തന്നിട്ടുണ്ടെങ്കിലും രണ്ട് ഇൻപുട്സ് ഉണ്ട്. ഒരു ഇൻപുട്ട് ആണ് ഡിസ്റ്റർബൻസ് ഇൻപുട്ട്, ഒരു ഇൻപുട്ട് നമ്മുടെ നോർമൽ റെഫറൻസ്. ഓക്കെ, അത് പറഞ്ഞിട്ടുള്ളത് എറർ സിഗ്നൽ ഇസ് e(t) = r(t) - y(t). അപ്പൊ ഇതാണ് r(t) - y(t). ഈ ഒരു ഫസ്റ്റ് സമ്മറിലുള്ള സിഗ്നൽ ആണ് എറർ സിഗ്നൽ e(s). സോറി, e(s). ഓക്കെ, ഇനി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അസ്യൂം r(s) = 0. ഡിസ്റ്റർബൻസില് നമ്മളൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താൽ എന്തായിരിക്കും ഈ e(s) എന്ന് പറയുന്ന സിഗ്നലിന്റെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ, അതായത് ഫൈനൽ വാല്യൂ? ബേസിക്കലി അതാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്താണെന്നല്ല, ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റിലെ സിഗ്നലിന്റെ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എന്താണ്? ട്രാൻസിറ്റ് വാല്യൂ ഉള്ള സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. അപ്പൊ ആദ്യം നിങ്ങൾ
ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാം. ഇ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഡി ഓഫ് എസ്. നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലെ. വൈ എഫ് എസ് ബൈ ഡി എഫ് എസ് കണ്ടുപിടിക്കാം. ഏത് പോയിന്റ് ആണെങ്കിലും കണ്ടുപിടിക്കാം. നമ്മൾ ഇത്ര നേരം ചെയ്ത പ്രോബ്ലംസ് മനസ്സിലായതാണ്. അപ്പോൾ ഇ എഫ് എസ് ഡിവൈഡഡ് ബൈ ഡി എഫ് എസ്, ഈ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആ പോയിന്റിലേക്ക് എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? ഡി എഫ് എസിൽ നിന്ന് ഇ എഫ് എസിലേക്ക് എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? 1 ഫോർവേഡ് പാത്ത് അല്ലെ. ഡി എഫ് എസിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഒരു ഫോർവേഡ് പാത്ത് ആണ്. പിന്നെ ഉള്ളത് ലൂപ്പാണ്. ആ ലൂപ്പ് പിന്നെ എഴുതാം. ഒരു ലൂപ്പും ഒരു ഫോർവേഡ് പാത്തും പിന്നെ എഴുതാം. 1/s into s plus 10. പിന്നെ ഒരു -1 കൊടുക്കും. ഓക്കെ. പിന്നെ ഉള്ളത് 1 minus sum of individual loop gates. Sum of individual loop gates ആണ് അല്ലേ. -1 divided by square plus ns plus. ഇതാണ് ഇ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഡി ഓഫ് എസ്. ഇനി അവര് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇ ഓഫ് എസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. ഇ ഓഫ് എസ് ഇക്വൽ ടു സ്റ്റെപ്പിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പിന്റെ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം? എന്താണ് യൂണിറ്റ് സ്റ്റെപ്പിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം? 1/s. ഡി ഓഫ് എസ് 1/s ആണെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഇതാണ് എറർ സിഗ്നൽ ലാപ്ലാസ് ഡൊമെയ്ൻ. ഇതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ എറർ സിഗ്നൽ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇ ഓഫ് ഇൻഫിനിറ്റി, നമുക്ക് ഈ ലാപ്ലാസ് ഡൊമെയ്ൻ നമുക്ക് കിട്ടും. അപ്പൊ ഇ ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇ ഓഫ് ടി ആസ് ടൈം ടി ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇതാണ് ഇ ഓഫ് ഇൻഫിനിറ്റി. അതായത് എറർ സിഗ്നലിന്റെ വാല്യൂ ആസ് ടൈം ടി ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. നമുക്ക് ലാപ്ലാസ് ഡൊമെയിനിൽ ഇ ഓഫ് എസിന്റെ വാല്യൂ കിട്ടി. നമുക്ക് ഇവിടെ എന്താണ്? ഫൈനൽ വാല്യൂ ആണ്. ലാപ്ലാസ് ഡൊമെയിനിൽ നമുക്ക് ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള തിയറം എന്താണ്? ഫൈനൽ വാല്യൂ 0 ഉണ്ട് അല്ലെ. ഇത് തന്നെ ലിമിറ്റ് s tends to 0 s into ഇതാണ് ആൻസർ വരിക. അതൊരു നല്ല ക്വസ്റ്റൻ ആണ്. ഈസിക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇത് വെറും ബ്ലോക്ക് ഡയഗ്രം അല്ല. ഇ ഓഫ് എസ് ഡിവൈഡ് ബൈ ഡി ഓഫ് എസ് എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഫൈനൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് എന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു 2-3 കൺസെപ്റ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് പോകണം. Next point. So if s tends to infinity, s into fs are record. S tends to 0, s into d of s are record. Limit s tends to 0, s 1/s cancel, minus of 1 by s square plus minus of 0 from 1. ഓക്കെ, ഈ പ്രോബ്ലം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മുഴുവൻ എടുക്കുമായിരിക്കും. എന്നാലും ബ്ലോക്ക് ഡയഗ്രമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രോബ്ലം സെലക്ട് ചെയ്തതാണ്. ഫൈനൽ വാല്യൂ തിയറൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും.
ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഒന്നുമില്ല, ഇത് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ഡെഫിനിഷൻ ഉപയോഗിക്കാം. G1 എന്ന് പറഞ്ഞാൽ എന്താണ്? G1 of S is equal to Y of S by R of S, keeping D of S is equal to 0. Output by input, keeping all other inputs as 0. അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിക്കാം. Y of S ആണ് ഔട്ട്പുട്ട്, R of S ആണ് ഇൻപുട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ D of S 0 ആയിരിക്കും. ഇത് നമ്മൾ ഫോർവേഡ് പാത്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ചെയ്യാം. ഇവിടെ എത്ര ഏതാ ഫോർവേഡ് പാത്ത്? G of S, ഒറ്റ ഫോർവേഡ് പാത്ത് ഉള്ളൂ. R of S to Y of S എന്ന് പറയുന്നത് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, G of S. ലൂപ്പ് ഗെയിൻസ് ഓഫ് ലൂപ്പ്, രണ്ട് ലൂപ്പ് ഉണ്ട്. ഒരു ലൂപ്പ് 1 plus G H, സെക്കൻഡ് ലൂപ്പ് G. അതുപോലെ G2 എന്താണ്? G2 is equal to Y divided by D, keeping R equal to 0. അതും സെയിം. ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് G of S ആണ്. അപ്പൊ D of S ൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള ഫോർവേഡ് പാത്ത്, D to ഔട്ട്പുട്ട് ഒരു ഫോർവേഡ് പാത്ത് ഉള്ളൂ, G. ലൂപ്പ് ഗെയിൻസ് എന്ന് പറയുന്നത് സെയിം, 1 plus GH plus. ഓക്കെ.